ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ വൺ യൂട്യൂബ് ചാനൽ എത്തിക്സ് യൂസിങ് കോമൺ സെൻസ് സീരീസ്. സോ നമ്മൾ ഇന്ന് ഹ്യൂമൻ വാല്യൂസ് സീരീസ് കണ്ടിന്യൂ ആയിരിക്കും. ആൻഡ് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വാല്യൂ ഈസ് പാഷൻ. സോ ജോ, എന്താണ് പാഷൻ? ഇപ്പോൾ പാഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത് കാണുന്ന ഓരോ ആസ്പിറൻസും അവരവരുടെ പ്രിപ്പറേഷൻ തുടങ്ങിയതും അതിനുശേഷം ഇന്ന് വരെ എത്തി നിൽക്കുന്നതും ഒക്കെ ആ ഒരു പാഷൻ്റെ പുറത്താണ്. ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ്, എൻതൂസിയാസം, ഇതൊക്കെയാണ് പാഷൻ എന്ന് പറയുന്നത്. സോ പാഷൻ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കത് ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം: ഇറ്റ് ഈസ് എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഓർ എൻതൂസിയാസം ഓൺ സംതിങ് ഓർ ഫോർ ഡൂയിങ് സംതിങ്. സോ ഡെഫിനിഷൻ ക്യാച്ചപ്പ് ചെയ്തില്ലെങ്കിൽ നോട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കും. ആ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ എക്സാമ്പിൾസിലോട്ട് നോക്കാം. സോ ജ്യോതിഷ്, നമ്മുടെ പേഴ്സണൽ ലെവൽ എക്സാമ്പിൾ. പേഴ്സണൽ ലെവൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെയുള്ള ഓരോ സിവിൽ സർവീസ് ആസ്പിറൻസും പല എൻ ജി ഒസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വോളണ്ടിയേഴ്സായിട്ട് പോകാറുണ്ട്. സ്വയമേ അവർ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട്. ചാരിറ്റിയൊക്കെ ആയിരിക്കാം പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. സോ അതൊക്കെ അവരുടെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പാഷൻ കാരണമാണ് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നമുക്കിനി ഒരു ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾ നോക്കാം. ഹിസ്റ്റോറിക്കൽ ലെവൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ അംബേദ്കർ അപ്പോൾ ഡിസ്ക്രിമിനേഷനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ച ഒരാളാണ്. അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്ത് തന്നെ ഇപ്പോൾ അതിലെ പ്രൊവിഷൻസ് നോക്കിയാൽ അറിയാൻ പറ്റും, അത്രയും പാഷനേറ്റ് ആയിട്ടാണ് വൾണറബിൾസിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കറായ അംബേദ്കർ ആയിരുന്നു നമ്മുടെ എക്സാമ്പിൾ. സോ അടുത്തതായി നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ ആയിരിക്കും നോക്കുന്നത്. ഇപ്പം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ ഒരു ഓഫീസറാണ് വൈഭവ് സിംഗ് IFOS. അപ്പോൾ അദ്ദേഹം രുദ്രപ്രയാഗ് ഡിവിഷനിലുള്ള ഒരു ഫോറിൻ സർവീസ് ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സർവീസിനോടുള്ള ഒരു പാഷനാണ് ഈ ഫോറസ്റ്റ് ഫയറും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ആപ്പിൻ്റെ ക്രിയേഷനിലേക്ക് പോയത്. അപ്പോൾ അത്രയും പാഷനേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇന്നോവേഷൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പിയറിൽ തന്നെ കൊണ്ടുവരാൻ സാധിച്ചത്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന നല്ലൊരു എക്സാമ്പിളാണ്. സോ അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് വാട്ടർ കൺസർവേഷന് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് എടുത്തിട്ടുണ്ടല്ലേ. സോ ആ രണ്ട് എക്സാമ്പിൾസ് നമുക്ക് വൈഭവ് സിംഗിനെ പറ്റി അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പല എക്സാമ്പിൾസിലും IAS IPS ഒതുങ്ങിയിരുന്നു. ഇന്നിപ്പോൾ ഫോറസ്റ്റ് സർവീസ് ഓഫീസറുടെ ഒരു എക്സാമ്പിളാണ് കൊടുത്തത്. അതെന്തായാലും നല്ലൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. സോ നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഒരു ആൻസറിൽ ഡൈവേഴ്സിറ്റി കണ്ടെത്താൻ മുമ്പുള്ള കാര്യങ്ങൾക്ക് തയ്യാറാക്കി വെച്ച എക്സാമ്പിൾസിനോട് ചില ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ എക്സാമ്പിൾസും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി കണ്ടംപററി ഉണ്ട്. സോ കണ്ടംപററി ലെവൽ എക്സാമ്പിൾ നോക്കാം. കണ്ടംപററി ലെവൽ എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ്ലി ചന്ദ്രയാൻ 3യുടെ ഒരു സക്സസ്ഫുൾ ഇത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ 2019 ചന്ദ്രയാൻ ഫെയിലായി എന്ന് പറയാൻ പറ്റില്ല, ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നു. അത് കാരണം ഒരു കംപ്ലീറ്റിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷേ സയൻറ്റിസ്റ്റുമാരും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തകരൊക്കെ വളരെ പാഷനേറ്റായിട്ട് വർക്ക് ചെയ്ത് വിത്തിൻ 3-4 ഇയേഴ്സിനുള്ളിൽ തന്നെ ചന്ദ്രയാൻ 3 ഒരു മാസീവ് സക്സസ് ആക്കി കൊണ്ടുവന്നു. അത് വലിയൊരു എക്സാമ്പിളാണ്. പിന്നെ അടുത്തതായിട്ട് പറയാനാണെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ്ലി മരണപ്പെട്ട രത്തൻ ടാറ്റ. ഈ രത്തൻ ടാറ്റ ഗ്രൂപ്പ്സ് ചാരിറ്റി ആയാലും ഈ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ് ആയാലും ചെയ്യുന്നത് ഒരു ഫെയിമിനോ പോപ്പുലാരിറ്റിക്കോ വേണ്ടിയല്ല, അവരുടെ ആ ഒരു പാഷൻ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് വേറൊരു എക്സാമ്പിളായി. സോ ഇതായിരുന്നു നമ്മുടെ പാഷനെ പറ്റിയുള്ള ക്ലാസ്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് അവർ സെഷൻ. സോ നോട്ടിനായിട്ട് make sure you subscribe our channel as well as follow our Telegram channel. So thank you all. Thank you and have a great day.